ഇനി റെക്കോർഡുകൾ ഒന്നും ബാക്കിയില്ല. ഒരൊറ്റ പേര് മോഹൻലാൽ 2018 മറികടന്ന് തുടരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മോഹൻലാൽ തരുൺ മൂർജി ചിത്രം തുടരും. ചിത്രത്തിന്റെ വിതരണക്കാരായ ആശീർവാദ് സിനിമാസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ടൊവിനോ തോമസ്, ജൂഡ് ആന്റണി ജോസ് ചിത്രം 2018 മറികടന്നാണ് തുടരും നേട്ടം സ്വന്തമാക്കിയത്. 2016 പുറത്തിറങ്ങിയ മോഹൻലാൽ വൈശാഖ് ചിത്രം പുലിമുരുകനെ മറികടന്നാണ് 2023 പ്രദർശനത്തിനെത്തിയ 2018 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായത്. 89 കോടിയിലേറെ രൂപയാണ് 2018 കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. ആഗോള കളക്ഷനിൽ 250 കോടി പിന്നിട്ടിട്ടും കേരളത്തിൽ 2018 മറികടക്കാൻ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. മറികടക്കാൻ ഇനി റെക്കോർഡുകൾ ഒന്നും ബാക്കിയില്ലെന്ന കുറിപ്പോടെയാണ് ആശീർവാദ് സിനിമാസ് അപ്ഡേറ്റ് പങ്കുവച്ചത്. ഒരേ ഒരു പേര് മോഹൻലാൽ എന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിൽ പറയുന്നു. നേരത്തെ ചിത്രം വിദേശ മാർക്കറ്റിൽ 10 മില്യൺ ഗ്രോസ് കളക്ഷൻ എന്ന നേട്ടം പിന്നിട്ടതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. എമ്പുരാനാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ച മറ്റൊരു ചിത്രം. എമ്പുരാനിലൂടെ മലയാള ചിത്രത്തിന്റെ ഏറ്റവും കൂടുതൽ ആഗോള കളക്ഷൻ ഇപ്പോൾ മോഹൻലാലിന്റെ പേരിലാണ്. തുടരും ചിത്രത്തിലൂടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന നേട്ടവും മോഹൻലാൽ സ്വന്തമാക്കി. അടുത്തടുത്ത മാസങ്ങളിൽ ഇറങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ ചിത്രങ്ങൾ ഈ നേട്ടം കൈവരിച്ചതെന്നും ശ്രദ്ധേയമാണ്. മാർച്ച് 27-നായിരുന്നു എമ്പുരാൻ റിലീസ് ചെയ്തത്. ഏപ്രിൽ 25-ന് തുടരും പ്രദർശനത്തിനെത്തി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.